ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടികളിൽ വീൽ ട്യൂണിംഗ് ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങളുടെ റോയൽ എൻഫീൽഡിൻ്റെ ടയർ സ്പോക്സ് വരുന്ന വണ്ടികളിൽ വീൽ ട്യൂണിംഗ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്, ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ടയർ സ്പോക്സ് വരുന്ന മോഡൽ വണ്ടികളിൽ വീൽ അലൈൻമെന്റ് അഥവാ വീൽ ട്യൂണിംഗ് ഇടയ്ക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ കട്ടറുള്ള റോഡിൽ കൂടിയൊക്കെ സ്ഥിരമായി പോകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ സ്പോക്സ് ലൂസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്പോക്സ് എന്താണെന്ന് അറിയാത്തവർക്കായി വീൽ റിമിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പികളെയാണ് സ്പോക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്പോക്സ് ലൂസായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീലിന്റെ അലൈൻമെന്റ് വ്യത്യാസം വരികയും നിങ്ങളുടെ വണ്ടി ഇടത്തേക്കോ വലത്തേക്കോ പുള്ളിങ് വരുന്നതായിരിക്കും. വണ്ടി ഓടുന്ന സമയത്ത് ഹാൻഡിൽ വിറയൽ വരാനും സ്പോക്സ് ലൂസ് ആകുന്നത് ഒരു കാരണമാണ്. നിങ്ങളുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഹാൻഡിൽ നിന്ന് കയ്യിൽ നിന്ന് ലൂസ് ആകുക. അപ്പോൾ വണ്ടി ഇടത്തേക്കോ വലത്തേക്കോ പുള്ളിങ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. കറക്റ്റ് സ്ട്രൈറ്റ് ആയ റോഡിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഇടത്തേക്കോ വലത്തേക്കോ പുള്ളിങ് വരുന്നുവെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വീൽ അലൈൻമെന്റ് അഥവാ കോട്ടം പിടിക്കാൻ കൊടുക്കേണ്ടതാണ്. സ്പോക്സ് ലൂസ് ആയതിനു ശേഷം നിങ്ങൾ അത് അലൈൻമെന്റ് ചെയ്യാതെ പിന്നും ഓടുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ സ്പോക്സ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ലോങ് റൈഡൊക്കെ പോകുന്ന ആൾക്കാർ റൈഡ് പോകുന്നതിന് മുമ്പ് പോയിട്ട് വന്നതിന് ശേഷം വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. സ്പോക്സ് ലൂസായ വണ്ടിയാണെങ്കിൽ നിങ്ങൾ അത് ഓടുന്ന സമയത്ത് വീലിന്റെ ഭാഗത്തുനിന്ന് ഒരു ടിക് ടിക് നോയ്സ് കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വണ്ടിയിലെ ടയർ അഡ്ജസ്റ്റർ പോയിന്റർ കറക്റ്റ് ഒരേപോലെ അല്ല കിടക്കുന്നതെങ്കിലും ടയറിൽ എയർ കുറവാണെങ്കിലും RHLH എലച്ച് പുള്ളിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുകൾ ഇനിയും ലഭിക്കുന്നതിനായിട്ട് മാജിക് മീഡിയ 123 എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.